അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു മെത്തേഡ്. അതിൽ ഈ കണ്ടന്റ് ക്രിയേഷൻ ആണ് കൂടുതൽ ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതിൽ തന്നെ ഞാൻ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്ന സമയത്ത് കുറേ പേർക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാനും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായി കഴിഞ്ഞാലും എല്ലാം ഈ ഷോർട്ട് ഫോം വീഡിയോസ് എല്ലാം ഇങ്ങനെ ട്രെൻഡിങ് ആയി വരുന്ന സമയത്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ ഒരു ഘടകവുമാണ്. എന്നാൽ കുറേ പേർക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാത്രമുള്ള സെറ്റപ്പ് ഇല്ല, അല്ലെങ്കിൽ നല്ല ക്യാമറ ഇല്ല, ലൈറ്റിംഗ് ഇല്ല, മൈക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. നമുക്കിത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ AI ഉപയോഗിച്ച് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ക്രിയേറ്റിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI ടൂളാണ്. ഇത് ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാൻ അതിന്റെ പെയ്ഡ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ഇതാണ് ക്രിയേറ്റിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗ്രോ യുവർ ബിസിനസ് വിത്ത് AI പവർഡ് വീഡിയോ ആഡ്സ്. ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാത്രമല്ല, ഏത് ടൈപ്പ് ബിസിനസ്സുകൾക്കാണെങ്കിലും AI ജനറേറ്റഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇതിന് പ്ലാൻസ് വരുന്നത് ഒരു ഫ്രീ പ്ലാൻ ഉണ്ട്. അതിൽ 2 വീഡിയോകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ $33, ഏകദേശം 3000 രൂപയാണ് ബേസിക് പ്ലാന് വരുന്നത്. ഓക്കെ, അങ്ങനെ ഇത്രയാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് കാണിച്ചു തരാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളായാലും ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ അഫിലിയേറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്രിയേറ്റിഫൈ. ഓക്കെ, വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും റീലുകൾ, ഇൻസ്റ്റഗ്രാം റീൽസ് അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോസ്, യൂട്യൂബ് ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്രിയേറ്റിഫൈ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഡാഷ്ബോർഡാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ശരി. ഇതിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തതിൽ മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ ഉള്ള ഫീച്ചേഴ്സ് ഞാനൊരു പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI വീഡിയോ വെച്ചിട്ട് ആഡ്സ് ക്രിയേറ്റ് ചെയ്യലാണ്. ഇതാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന സംഭവം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഞാനിത് കഴിഞ്ഞ് കാണിച്ചു തരാം. AI അലേർട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നമ്മളുടെ തന്നെ ഫേസ് ക്ലോൺ ചെയ്തിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബാച്ച് ആയിട്ട് എഡിറ്റ് ചെയ്യാനും AI യുടെ സഹായത്തോടെ എഡിറ്റ് ചെയ്യാനും AI വെച്ച് ഷോർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ടെക്സ്റ്റ് ടു സ്പീച്ച്, ഒരുപാട് പേര് 11 ലാബ്സ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോമാണ് ഇതിന് ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷെ അത് ഇതിൻ്റെ അകത്ത് തന്നെ അതും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിന്റെ ഈ വിന്നിങ് ആഡ്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ 2 ഫീച്ചർ. ഇത് രണ്ടും ഇൻസൈറ്റ്സ് ആണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിന്നിങ് ആഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഓരോ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ആഡുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കണ്ടന്റുകൾ ആ ഒരു ടൈപ്പിൽ, ആ ഒരു സ്റ്റൈലിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോമ്പറ്റീറ്റർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഈ കോമ്പറ്റീറ്റർ ട്രാക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കോമ്പറ്റീറ്റേഴ്സിന്റെ ബ്രാൻഡുകൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രാൻഡുകൾ റൺ ചെയ്യുന്ന ആഡുകളും ആ ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ലിങ്കുകൾ, ആഡ്സിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ലിങ്കുകൾ, അവർ യൂസ് ചെയ്യുന്ന കോപ്പി, ഹൂക്സ്, ആഡ് കോപ്പി, ഹെഡ്ലൈൻസ്, അവർ ചെയ്യുന്ന സെല്ലിംഗ് പോയിന്റുകൾ എല്ലാം ഇതിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും ഇതിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ അഫിലിയേറ്റ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ സെല് ചെയ്യുകയാണെങ്കിലും അതുമായിട്ട് അതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന ബ്രാൻഡുകൾ റൺ ചെയ്യുന്ന ആഡുകൾ, അല്ലെങ്കിൽ ആ സെയിം ബ്രാൻഡ് തന്നെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ആഡുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ വേറെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീഡിയോസിലേക്ക് തന്നെ പോവാം. വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിൽ പോവാം. എന്നിട്ട് AI വീഡിയോ ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ അല്ലേ, ഇതിൽ ക്രിയേറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുക്കുക. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ലിങ്ക് അത് മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇത് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കോ ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ഓൾ ഇൻ വൺ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണ്.
അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യാനാണ്, ഇതിൻ്റെ അഫിലിയേറ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക, ക്രിയേറ്റീവ് ഫയൽ പോവുക, ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക, അനലൈസ് URL എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അനലൈസ് URL എന്ന് പറഞ്ഞ് കൊടുത്ത് കുറച്ച് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ വെബ്സൈറ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനും അതിൽ നിന്നുള്ള ഇമേജുകളൊക്കെ ആഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യും. നിങ്ങൾക്ക് എക്സ്ട്രാ ഇമേജുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ ഇമേജുകൾ ആഡ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള ആഡ് ആണെന്ന് പറയാം. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ വീഡിയോ ആണോ, വെർട്ടിക്കൽ വീഡിയോ ആണോ, സ്ക്വയർ വീഡിയോ ആണോ എന്നൊക്കെ പറയാം. എത്ര സെക്കൻഡാണ് വീഡിയോ ഡ്യൂറേഷൻ എന്ന് പറയാം. ലാംഗ്വേജ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോച്ചസിനെയും കോച്ചിങ്ങും കൺസൾട്ടേഷൻ ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കോച്ചസ് സീക്കിംഗ് ഓട്ടോമേഷൻ ഇതൊക്കെ സജഷനിൽ വന്നതാണ് കേട്ടോ, അത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റേഴ്സ് അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത്. ഓക്കെ, വളരെ ഫാസ്റ്റുമാണ് മറ്റുള്ള കമ്പാരിറ്റീവ്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രിപ്റ്റുകൾ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടോൺസ് ഒക്കെ മാറ്റണമെന്നുള്ള എൻഗേജിങ് ടോൺ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടോൺ അങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യാം. ഇതിനൊന്നും ചാർജ് ഇല്ല, ഇതൊക്കെ ഫ്രീ ആണ്. ഇതിൽ ജനറേറ്റ് മോർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്ട്രാ സ്ക്രിപ്റ്റുകൾ വേറെയും കിട്ടും. ഓക്കെ, ഇത് ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ പറഞ്ഞത്. ഇനി നിങ്ങൾ ആമസോണിൻ്റെ ഒരു അഫിലിയേറ്റ് ആണെങ്കിൽ, ആമസോണിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു OnePlusൻ്റെ ലിങ്ക് എടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ഇതുപോലെ കോപ്പി ചെയ്യാം, ക്രിയേറ്റീവ് ഫയൽ അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ പേസ്റ്റ് ചെയ്യുക, അനലൈസ് URL കൊടുക്കുക. സെയിം മെത്തേഡാണ്. ഓക്കെ, നോക്കാം ഇതിൽ കോപ്പിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ എന്താ പറയുക, സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പറയാനുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണിത്. ഓക്കെ, അവരുടെ ഈ പേജിൽ നിന്നുള്ള വീഡിയോയും ഫോട്ടോയും എല്ലാം ഫെച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡ് പ്രൊഡക്റ്റ് നെയിം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. OnePlus 30 എന്ന് പറഞ്ഞ് കൊടുക്കാം. ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതിന് നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചാൽ ഞാൻ വേറെ എഡിറ്റ്സ് ഒന്നും ചെയ്യാത്തത്. വേറെ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ടെങ്കിൽ പ്രൊമോഷണൽ ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കാം. പ്രൈസ് ഡിഫറൻസുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പ്രൊമോഷണൽ കൊടുക്കാം. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. അതൊക്കെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോപ്പി മാറും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലാണ് വേണ്ടത് 15 സെക്കൻഡോ 30 സെക്കൻഡോ എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞ് കൊടുക്കാം. ഇത് കണ്ടോ, ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സജഷൻ വന്നിട്ടുണ്ട്. ടെക് എന്തൂസിയാസ്റ്റ്, മൊബൈൽ ഫോട്ടോഗ്രാഫി ലവേഴ്സ്, ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ്, ഗെയിമിംഗ് ഫാൻസ്, പ്രൊഡക്ടിവിറ്റി സീക്കേഴ്സ്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസേഴ്സ്, ഏർലി ടെക്നോളജി അഡാപ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കോപ്പി റെഡിയായി. കണ്ടോ, പ്രൊഫഷണൽ, എൻഗേജിങ്, കൊമേഴ്ഷ്യൽ ടൂൺ, ഇൻട്രൊഡ്യൂസിങ് ദ പവർ. കണ്ടോ, ഇങ്ങനെ ഉള്ള ഇത് വന്നു. സ്പെഷ്യൽ ഓഫേഴ്സ്, കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്, എൻഗേജിങ് ടൂൺ, ഇങ്ങനെയുള്ള ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുകയാണ്, ഞാൻ റീഡ് ചെയ്യുന്നൊന്നുമില്ല. എന്നിട്ട് അടുത്ത സ്റ്റേജിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ AI അവേറ്റേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, AI സ്മാർട്ട് മാച്ച് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും അവർക്ക് ഈ ഒരു ബ്രാൻഡിനോട് ഫെമിലിയർ ആയിട്ട് തോന്നുന്ന ഫേസുകൾ AI തന്നെ ഡിറ്റക്ട് ചെയ്ത് AI തന്നെ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫേസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫേസുകൾ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ഫേസുകളാണ് ഇതെല്ലാം. ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിൽ അവർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വീഡിയോ ജനറേറ്റ് ചെയ്ത് തരും. ഞാനത് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. എക്സ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഞാനത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്രെഡിറ്റ്സ് വെറുതെ മിസ്സാവും എന്നുള്ളത് കൊണ്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇതൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലൈവായി. ഇനി ഞാനതിൻ്റെ ഔട്ട് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള
വീഡിയോ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കണ്ടോ, ഇത് വീഡിയോസ് ഒക്കെ ജനറേറ്റ് ആയി റെൻഡർ ചെയ്തു. സാധാരണ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്ന രീതിയിലുള്ള വീഡിയോസ് റെൻഡർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പക്ഷെ ഇത് ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, റെൻഡർ ചെയ്ത് കഴിഞ്ഞാലാണ് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് തന്നെ കിട്ടും നിങ്ങൾക്ക് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്തതാണ്, വെർട്ടിക്കലായിട്ടുള്ള, അതുപോലെ റീലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്തതാണ്. ഞാൻ ട്രാക്ഷൻ സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതിൽ തന്നെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ലിപ്സിങ്കോ കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ ലിപ്സിങ്ക് ഒക്കെ വരുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഞാൻ ചെയ്തിട്ടുള്ള സെയിം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെൻഡർ ചെയ്യുന്നതിന് മുന്നേ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ. കണ്ടോ, ഇവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത്, ക്വിക്ക് എഡിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവറ്റേഴ്സിനെ മാറ്റാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വേറെയുണ്ട്. ഇതിൽ അല്ലാതെ തന്നെ അഡ്വാൻസ്ഡ് എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഇതെല്ലാം ഇങ്ങനെ സ്വിച്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇമേജുകൾ മാറ്റാനും ചേഞ്ച് ചെയ്യാനും അവറ്റേഴ്സിന് ചേഞ്ച് ചെയ്യാനും അവറ്റേഴ്സിൻ്റെ ഒക്കെ സൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാതിരിക്കുന്നതാണെങ്കിൽ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മാത്രമല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും അതിൻ്റെ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ.